പാടി. ഇത് സ്ഥലത്താ അൽഹംദുലില്ലാ പഠിക്കണ്ടില്ല. ഇത് വ്ളോഗ് 2. ഇന്ന് നമ്മൾ എന്താണ് ഗവി ഫുള്ള് കറങ്ങാൻ പോയാണ്. ഇന്ന് ദിഗംബരൻ ഏറ്റെടുക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അവൻ ഇപ്പോഴും ഉറക്കത്തിലാണ്. ആര് ദിഗംബരന് പോടാ കേറിയാ എണീറ്റാ. അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഗവീസ് വൈബ്സ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ്. ഇപ്പൊ റിലീസ് ഉണ്ട് കൂടെ. മനു ഡൗൺലോഡിങ്, അമ്മജിത്ത് ഉറക്കം, ബാക്കി എല്ലാവരും എന്തൊക്കെയാ ചെയ്യുന്നു. ഇനി എത്ര നമ്മള് വേഗം പോകുന്നു. എനിക്ക് പേസ്റ്റ് റെഡിയാക്കി ഫുൾ ട്രക്കിംഗ് വൈബ്. പേസ്റ്റ് റെഡിയാക്കി ഞാൻ പല്ലേച്ച് ഇവന്മാരൊക്കെ ലാസ്റ്റ് ജീപ്പ് കയറിയിട്ടുള്ള കാഴ്ചകൾ കാണാം. ഓക്കെ ബൈ ദ ബൈ ദ ബൈ ദ ബൈ. ഇപ്പോൾ നമ്മൾ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ദിഗംബരൻ ഇവിടെ ഇല്ല. അവൻ നേരത്തെ കയ്യേറിയ വ്ളോഗർ. അതവനവിടെ ഡൗൺലോഡിങ്ങും ഇൻലോഡിങ്ങും അപ്ലോഡിങ്ങും ഒക്കെയാണ്. അപ്പൊ ഇനി വണ്ടി വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. വണ്ടി ഇവിടെ കാണിച്ചു തരാം. വണ്ടി കയറിയിട്ട് ഗവിയിലേക്ക് ഒരു ഫോറസ്റ്റ് യാത്രയാണ്. എല്ലാവരും റെഡിയാ ഗൈസ്, കാണിച്ചു തരാം. ഇത് വെളുപ്പിന് 4:30-5 മണി ആ സമയമാണ്. വണ്ടി വരുന്നുണ്ട് ഗൈസ്. ഇന്നലെ ഞാൻ ഫോൺ വിളിച്ചിട്ട് വണ്ടി കാണിച്ചായിരുന്നു. ഒരു പച്ച വണ്ടി, കിടുക്ക് വണ്ടിയാണ്. ഞാൻ കണ്ടപ്പോൾ കണ്ണ് തള്ളിപ്പോയി. അങ്ങനെ വേണമെങ്കിൽ പറയാം. നല്ല വണ്ടിയാണ്. ഇനി അയാളുടെ ഡ്രൈവിംഗ് സ്കൂളിൽ വേണമെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ ബാക്കി കണ്ണ് പുറത്തേക്ക് വീണോളൂ. നോക്കട്ടെ. അയാള് ചതിച്ചു. 4:45 എങ്കിലും നമ്മൾ ഇറങ്ങാൻ വിചാരിച്ചിരുന്നു. ആള് വന്നില്ല. ആള് പറഞ്ഞ 5:30 എന്നിട്ട് 4:45 നമ്മൾ ലേറ്റ് ആയി. എന്നിട്ട് 4:45 ഇപ്പൊ 5:09 എപ്പോഴും എത്തിയിട്ടില്ല. 2 മിനിറ്റ് എത്തുന്ന പറഞ്ഞത്. ഇപ്പോഴേ 9 മിനിറ്റ്. ഇപ്പൊ 2 മിനിറ്റിൽ എത്തുന്ന പറഞ്ഞ ലാസ്റ്റ്. അയാളൊന്നുമില്ല. സാധനം എടുത്ത് കളയും. അങ്ങനെ അവര് പറഞ്ഞ ഇന്നലെ വന്നപ്പോ ഈ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ചില്ലൊക്കെ ഇങ്ങനെ പുറത്തിടുന്ന പറഞ്ഞു. ചില്ല് പുറത്തിട്ട് ഹരി പോയോ? ഹരി പോയോ? എവിടെ ഹരി? എനിക്ക് നടുക്കായാലും നടുക്ക് മതി. നടുക്കാണോ? അതാകുമ്പോ 2 പേരെ ഷൂട്ട് ചെയ്യാലോ, അപ്പുറത്തും ഇപ്പുറത്തും. സ്റ്റാർട്ട് ചെയ്തോ. വേറെ കാടിന്റെ സൈഡിലേക്ക് വിട്. അട്ട കാണും ചിലപ്പോഴേ ഈ കടിക്കുന്നൊക്കെ ചെറിയ അട്ട ഉണ്ടല്ലോ. കേട്ടല്ലോ അട്ട ഉണ്ടെന്ന്. അല്ല നടക്കുമ്പോ കുറച്ച് ഡാമിൽ ചെറുതായിട്ടൊക്കെയാണ് ചായ കുടിക്കുന്നത്. ഫോറസ്റ്റിലെത്തിയിട്ട് കാണാൻ. മാത്രം ഉറങ്ങാൻ പറ്റുള്ളൂ. ഞാൻ ഉറങ്ങാൻ പോയപ്പോഴല്ലേ തെല്ല് ഫ്ലാഷ് എന്റെ മൂക്കിനകത്ത് അടിച്ചോണ്ട്. ഫ്ലാഷ് കൊണ്ട് സ്ലാപ്പ് ചെയ്യും. നമ്മൾ ഇത്രയും ദൂരം വരണ്ട, അതിലെ കൂടെ ആകുമ്പോൾ. നമ്മൾ പരുത്തിപ്പാറ പോകണ്ടോ? ഇല്ല നമ്മള് ഇതിനെ ഇറങ്ങി വരുന്നോണ്ട്. പക്ഷെ നമ്മൾ കാട്ടിൽ കൂടെ വന്നിട്ട് പിന്നെ പരുത്തിപ്പാറ കാണാൻ പോകുമ്പോൾ നമുക്ക് രസം തോന്നും. പിന്നെ പറയാമോ, അതുകൊണ്ട് നമ്മൾ അതിനേക്കാളും വലിയ സ്ഥലത്ത് കൂടെ വരും. പിന്നെ ഇത് കാണുമ്പോൾ ഇതൊരു ഫാൽക്കൺ
ശബരിമല ഉണ്ടോ? അതെ, അതാണ് ശബരിമല കേട്ടോ. നമ്മൾ അതിന്റെ അപ്പുറത്തൂടെ വരുന്നത്. ഇവിടെ നമുക്ക് ഇത്ര എന്നറിയോ, നടന്നു പോകാൻ 25 കിലോമീറ്റർ താഴെ ഉള്ളൂ. കാട്ടിക്കൂടി കയറി പോകാൻ പറ്റൂ. എന്നറിയാവോ, എനിക്ക് നമ്മൾ ഇനി ആ മലയുടെ അപ്പുറത്തൂടെയാ വരുന്നേ. ഞാൻ അവിടെ നിന്ന് പറയണമെന്ന് ഓർക്കണം. ഇടിഞ്ഞ കാര്യം പറഞ്ഞു വന്നുകൊണ്ട് അത് പറഞ്ഞു. നമ്മൾ താമസിക്കുന്നിടത്തുനിന്ന് ശബരിമല വരെ മൊത്തം 22 കിലോമീറ്റർ ഉള്ളൂ. ഇപ്പൊ നമ്മൾ വണ്ടിപ്പേരായിട്ട് താമസിക്കുന്നില്ലേ, അവിടെ നിന്ന് 22 കിലോമീറ്ററിന് ശബരിമല ചെല്ലും. അത് ശബരിമല ചെല്ലും, ഈ പമ്പയിലല്ല, ശബരിമല ചെല്ലും. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ കൂടെ സത്രം എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടെ വരെ വണ്ടി പോകും. അവിടുന്ന് 7 കിലോമീറ്റർ കയറ്റവും അവിടുന്ന് 5 കിലോമീറ്റർ നടന്നു. ബാക്കി അവിടെ വരെ വണ്ടി 10 കിലോമീറ്ററുള്ള വണ്ടി തിരുമല സന്നിധാനം ചെയ്തു. നമ്മുടെ രാവിലെ പോയി വൈകുന്നേരം തിരിച്ചു വരും. നമ്മുടെ അവിടെ ഉള്ളവരല്ല, ഇപ്പം മിക്കവാറും പാലക്കാട് പിന്നെ തമിഴ്നാട്ടിൽ അങ്ങനെ അറിയാവുന്നവരുണ്ട് ഇവിടെ നടന്നു. പിന്നെ ആദ്യത്തെ 7 കിലോമീറ്റർ നല്ല പുതിയ കയറ്റമാണ്, ഇങ്ങനെ നല്ല കയറ്റം. അത് കയറാവുന്നവർ മാത്രമേ അതിൽ ഇതിൻ്റെ അകത്തുനിന്ന് ഇതുണ്ട്, ഇത് കാണാം. ഇതിലെ കൂടെ ഇറങ്ങിയത് ഈ കിടക്കപ്പാടില്ല, അവരെ ചിരി ഇതുണ്ട്, ഇതിലെ കൂടെ ഇറങ്ങിയത്. പിള്ളേർ ഇവിടെ നിൽക്കില്ലേ, ഒരാനെ ഉണ്ടാകുന്നുള്ളൂ. കുട്ടിക്കാനം வார்த்தை தேவையில்லை வாழும் காலம் வரை பார்வை பார்வை மொழி பேசவே நேற்று தேவையில்லை நாளை தேவையில்லை இன்று இந்த நொடி போதுமே வேறென்று விதை என்று வீழ்த்தூவும் மழை என்ற இதயன்ன இவள் தோட்டம் பூ பூக்குதே வாலின்றி போரின்றி வலிக்கின்ற யுத்தம் என்று இதயன்ன இவனுக்குள் என வெல்லுதே இதயம் முழுக இருக்கும் இந்த தயக்கம் எங்கு கொண்டு நிறுத்தும் இதை அறிய எங்கு கிடைக்கும் விளக்கம் அது கிடைத்தால் சொல்ல வேண்டும் எனக்கும் முதலிரே ഓക്കെ ഓക്കെ കുറവായിട്ട് കിട്ടാനായിട്ടും എല്ലാവരെയും കിട്ടാനായിട്ടും ചന്ദ്രനും നല്ല ഭംഗിയുണ്ട്, നോക്കണേ. ഇങ്ങോട്ട് വരുമോ?
പിന്നെ എൻ്റെ ഡ്രസ് ഊരി പോകും. ഞാൻ വീട്ടിൽ എത്താൻ ഇനിയും സമയം കൊടുക്കും. എത്ര? 40 കിലോമീറ്റർ ഉണ്ടാവുമായിരിക്കും. അതെ, അരമണിക്കൂർ യാത്ര ഉണ്ടാവും. 40 കിലോമീറ്റർ ആവുക. ഞാൻ ഇങ്ങനെ തള്ളി വിടുക. 40 കിലോമീറ്റർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അരമണിക്കൂർ ഉണ്ടാവും. 40 കിലോമീറ്റർ 1 മണിക്കൂറുണ്ട്. 1 മണിക്കൂറിലധികം എടുക്കും. ആശയുടെ കണക്കൂട്ടകൾ ദുബായ് പോകും ചിലപ്പോൾ. എവിടെ പോണു? ദുബായ് പോകും ചിലപ്പോൾ 40 കിലോമീറ്റർ അരമണിക്കൂർ. ആ അത് നമുക്ക് എല്ലാവർക്കും അറിയാലോ. 100-ല് പോയാൽ പിന്നെ അങ്ങനെ തന്നെയാണ്. രണ്ടുപേരും ഓപ്പോസിറ്റ് വെടിവെച്ച് കളിക്കുന്നു. വെടിവെച്ചാങ്കോയി. ഒന്നും പറയുന്നില്ല. എന്തിനാ എടുക്കുന്നത്? ചുമ്മാ എനിക്ക് കഴിയില്ല. ചാർജ് കളയണ്ട. ഇരുകാലിനിടയില് സെൻസർ വരെ അടിച്ചു. എനിക്ക് ഈ പാട്ട് കേൾക്കുമ്പോ എനിക്ക് വണ്ടിവേലിയിൽ ഓർമ്മ തന്നെ. പക്ഷെ സൂര്യനുണ്ട് ആ ഡാൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബോറാണ്. കറക്റ്റ് വണ്ടിവേലി എന്നൊക്കെ വേറൊരു നടൻ ആ ഡാൻസ് ചെയ്ത് ഭയങ്കര ബോറാണ്. നിങ്ങൾ കമന്റ് ചെയ്യും. നിങ്ങൾക്ക് ആരെയും ഇഷ്ടം, വിജയോ സൂര്യ? അതറിഞ്ഞുകൊണ്ട് ഇപ്പൊ ആയിരിക്കും സൂര്യന് വിലയുണ്ടാവും. റോളക്സ് ഇറങ്ങിയപ്പോ എന്തായിരുന്നു? ഇനി ആശയാണ് കോൺട്രവേഴ്സി. സൂര്യക്ക് വില ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു തീർന്ന്. ഇനി സത്യല്ലേ കണ്ട അങ്ങനെയല്ല, സൂര്യക്ക് വിലയില്ലെന്നല്ല ഇപ്പൊ പൊട്ടിയ പടം ഇറങ്ങിയത്. ആർക്കായാലും ഒരു അബദ്ധം പറ്റല്ലോ. ആശ എന്താ പറഞ്ഞു നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. പഠിക്കുന്ന വലിയ സ്ഥലത്താണ്. പഠിക്കണ്ടല്ലോ. അല്ല, അൽഹംദുലില്ലാ. 2 തവണ പറയില്ലേ? പഠിക്കുന്ന വലിയത് സ്ഥലത്താണ്. പഠിക്കണ വലിയത് സ്ഥലത്താണ്. അൽഹംദുലില്ലാ പഠിക്കണ്ടല്ലോ. എടാ ബിസ്ക്കറ്റോ വെള്ളോ? എടാ അമല ടക്കെന്ന് ഇറങ്ങടാ. വെള്ളം ബോട്ടിൽ ഒരു 3 എണ്ണം. നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് പോയി ബോർഡ് എടുത്തിട്ട് വന്നാലോ? ബോർഡ് എടുത്തിട്ട് എന്താ പറയണേ? ബോർഡ് ദേവിയുടെ ബോർഡ്. ആനമൊഴിയിൽ ഇപ്പുറത്താണ് വീട്. കക്കാട് മൊഴിയാറ് അപ്പുറപ്പുറമാണ്. ഇങ്ങോട്ടേക്ക് മൊഴിയാറ്, ഇങ്ങോട്ടേക്ക് മൊഴിയാറ്, അങ്ങോട്ടേക്ക് കക്കാട്. ദേവിക്കും കക്കാട് വഴി തന്നെ പോകാൻ തോന്നുന്നു. ശബരിമല 39 കിലോമീറ്റർ, ഗവി 61, അങ്കമാലി എന്താ അങ്കമോസി. ഗൈസ് നമ്മളിപ്പോൾ പുളിമുട്ടായി റിയാക്ഷൻ ജങ്ക് ഫുഡ് കഴിക്കാൻ പോകുന്ന ഭയങ്കര ജങ്ക് ആശ. ഫുൾ ജങ്ക് മോത്തൊക്കെ ഉണ്ടോ? ഫുള്ള് ജങ്ക് വരി കഴിച്ച് അതന്നെ. ഡാം തുറന്നാല് മുല്ലപ്പെരി ഇതാ നമ്മൾ ഗവിയുടെ ചെക്ക് പോസ്റ്റിലേക്ക് എത്തിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ടിക്കറ്റ് കൊടുക്കേണ്ടത്. നമ്മുടെ വണ്ടി അത് കഴിഞ്ഞിട്ട് ഈ ഗേറ്റ് അവർ പൊന്തി ചേരണം. എന്നിട്ട് നമ്മളങ്ങോട്ട് ഇറങ്ങും. ഈ വഴിയാണ് നമ്മളിനി പോകാൻ പോകുന്നത്. നമ്മുടെ വ്ളോഗർ
ചെക്ക് ബൈ. ജീപ്പൊക്കെ നമ്മൾ ഇവിടെ നിന്ന് ഇനി പൊളിക്കാൻ പോവാണ്. ഈ ചെക്ക് പോസ്റ്റ് കിടന്ന് അപ്പോൾ നമ്മൾ ജീപ്പ് പൊളിക്കും. എന്നിട്ട് ഗ്ലാസ്സൊക്കെ ഊരി വയ്ക്കും. നെറ്റ് കിട്ടുന്നില്ല, റേഞ്ച് ഉണ്ട്, നെറ്റ് ഇല്ല. നമുക്ക് വേണ്ടി മാത്രം തോന്നുന്നു. അത് തന്നെ നമ്മളിപ്പോൾ ഈ കാട്ടിക്കൂടി ഒരു ദിവസം 40 വണ്ടികൾ മാത്രമാണ് ഡെയിലിക്ക് കയറ്റി വിടുന്നത്. അങ്ങനെയാണ് നമുക്ക് ഇൻഫോർമേഷൻ കിട്ടിയത്. പിന്നെ KSRTC ബസ്. അതാണ് നേരത്തെ ഒരു ലോറി. അതെ, നമ്മൾ ഫസ്റ്റാണെന്ന് പോലെ. ഫസ്റ്റാത്ത വണ്ടി നമ്മളെ 8 മണിയാണ് ചെക്ക് പോസ്റ്റ് തുറക്കാന്ന് പറഞ്ഞു. ഇപ്പോൾ സമയം എത്ര മണി? 8:30. 2 വണ്ടിയും ചിലപ്പോൾ മുമ്പിൽ പോയിട്ടുണ്ടാവും. അറിയില്ലേ പോട്ടെ. അതെ 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 അതെ. ജീപ്പ് വിളിക്കാൻ പോവാ. ആരാ ജീപ്പ് ഊരാൻ പോവാ. അത് ഒന്ന് വീഡിയോ എടുത്തു. എടുത്തപ്പോൾ പണ്ട് പഞ്ചാബി എന്നെ ഓടിച്ചതാ. അത് ഞാൻ ഈ ഇതിങ്ങനെ കയറിങ്ങനെ എടുത്തു. അപ്പോൾ മറ്റേ തുണീന്റെ ജാക്കറ്റായിരുന്നു. ജാക്കറ്റ് ഇടുന്നുണ്ടോ? ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് ചേച്ചി. നിലത്ത് നോക്കണേ. Whispers in the wind, gentle and haunting, flow through a heart soaked in tears, singing the lullaby of the night. മറന്നിട്ട് പോയതല്ലേ, അല്ല മറന്നിട്ട്. ഓ, ഇത് നിന്റെ സ്റ്റെപ്പാ, നല്ല ഡാൻസിന്റെ. ഇങ്ങനെ അല്ല, ഓഫീസിൽ നിന്ന് ഇങ്ങനെയാ ഞാൻ ഉണ്ടാക്കിയ സ്റ്റെപ്പാ. ബാക്കിയുള്ള അവര് പറഞ്ഞത് സ്റ്റെപ്പാ. നിന്നെടുത്ത് കുറച്ചെടുത്ത് കുറച്ചിങ്ങോട്ട് ഓടിച്ചോ. കുറച്ചിങ്ങോട്ട് ഓടിച്ചോ, അല്ലെ കാണൂല. ഇങ്ങനത്തെ വഴിയെല്ലാം കണ്ണൂല. എന്റെ വീട്ടിലോട്ട് വരുന്ന വഴിക്കല്ലേ ഇങ്ങനത്തെ സ്ഥലം. ഞാൻ പറഞ്ഞില്ലേ വള്ളി തൂങ്ങി പോണെന്ന്. ഞാൻ പറഞ്ഞില്ലേ വള്ളി തൂങ്ങി പോ. അവിടെ ഒരു കരിമ്പം എന്ന് പറഞ്ഞൊരു ഫാം ഉണ്ട്. അവന്റെ ചിരി നോക്ക്. ജിത്തുന്റെ വെള്ളം ഉള്ളുണ്ട്. അതുപോലത്തെ വെള്ളച്ചാട്ടം ഉണ്ട്. ആരാ നിന്റെ വീട്ടിലാ? വീട്ടിൽ നിന്ന് പോകുന്ന വഴിക്ക് ഉണ്ടാക്കിയത് നാട്ടിൽ തന്നെ. പറഞ്ഞില്ലേ ആശ ഇവിടുന്ന് മറ്റേ ട്രെയിൻ കയറിയിട്ട് ഒരു വള്ളി തൂങ്ങ. ഓ, മോള് വരുന്നുണ്ട്. സോണപ്പറിയാ ഡ്രൈവിംഗ് അല്ല ചരിച്ചു. അതുകൊണ്ടാണ് അറിയണോ വേണ്ടെന്നേ സത്യം. അമ്മാരിപ്പോ ആനവണ്ടി ഫാൻസ്. ഞാനല്ല ആനവണ്ടി. തിരിഞ്ഞു നോക്കേ. സുന്ദരി തുമ്പി ചെമ്പരത്തുമ്പി ചൂളം കാണാനില്ല. എനിക്കറിയില്ല.
സംഗതി ഉണ്ട് സംഗതി ഇല്ലെന്നൊക്കെ. ചന്തമുള്ള പന്തലൊരു കണതാരി കട്ടാവാടി തത്തേ നിന്നെ കിട്ടാൻ പോവണതാരി ഇല്ലിക്കത്തുള്ളി ചുറ്റും പൊന്നണി ഞാനും നീയും മാത്രം കണ്ടു ഹൊയ് 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 ഹൊയ്. നീ ഇപ്പുറത്തെടു, ഞാൻ ഇപ്പുറത്തെടുക്കാം. അതിന് വീഡിയോ എടുക്കാൻ ഇത് മറ്റേ ഫാന് പോലെയാ ഇങ്ങനെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. മറ്റേ ഇതിന് വരി നോക്കി പാടാം. വരിണ്ട് ഈ പാട്ടാ അടിപൊളിയായിട്ട് ഞാൻ വിചാരിച്ചില്ല അവർ ഇത്രയും പാട്ട് പാടുന്നത്. മറ്റേ ലോലനല്ലേ? ജോർജും ലോലനും ലോലൻ അടിപൊളിയിട്ട് പാടുമല്ലോ. സീൻസ് ആണ്. ലോലൻ എന്തോ ഇൻസ്ട്രുമെന്റ് മൈക്ക് ഒരു മറ്റേ ടിപി പോലത്തെ എന്തോ ആണോ? കഴിവുള്ള ആൾക്കാരാണ്. പാനി, പാനി, പാനി. Mother Susan, let's bring a bit of honey. Let's cool it down. മറ്റേ അതുപോലെ ഉണ്ടാവും. ഞാൻ കാലക്കാലപ്പഴം എനിക്ക് കാണാൻ പറയാം. തമിഴ് വാഴുക. കോൺഫിഡൻസിലാ പാടുന്നത്. ഏതേതോ ഗന്ധർവന്റെ പുൽത്തണ്ടിൽ പാടാം പതിയേ പോയി നക്ഷത്രങ്ങൾക്ക് മാണിക്കക്കാറ്റ്. പാട്ട് അമ്പലം കേറണവേ. അമ്പലം കയറണം. പിന്നെന്താ അതെ ആണോ? വരി പറഞ്ഞു ഉള്ള വരി പറഞ്ഞു. മോഹം കണ്ണിൽ പ്രേമം നൽകി പ്രേമം നെഞ്ചിൽ ദാനം നൽകി രാഗം ചുണ്ടിൽ ദാനം നൽകി രാഗം കാട്ടിൻകേട്ട് താളം തട്ടി താളത്തുമ്പത്തൂരാടി പാടൂ കൂടെ ആടൂ ചോലമൈനേ. കാട്ടുപോയി സൈഡിൽ കാട്ടുപോയി. ആസേ 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 എവിടെ കാട്ടോടെ? ഇത് മിക്കവാറും കമ്പനി പോലെ തലയിലാട്ടി ഓടിച്ചിട്ടാ. അമ്പക ഉമ്പക അമ്പക അമ്പകാലോ. പാണ്ടി
നീ ഇവിടെ നിന്നല്ലേ ചായ കുടിക്കാൻ പോകും. എന്നിട്ട് ഇങ്ങനെ ഈ പാട്ട് അതിൽ ഞാൻ കഴിഞ്ഞിട്ട് ആ പാട്ട് ഒരു ചേട്ടാ പപ്പടയിടല്ലേ അച്ചപ്പുണ്ട് അത് മതിയോ എന്നിട്ട് മ്യൂസിക് ഉണ്ട് ആ സംഭവം മ്യൂസിക് എല്ലാം കേൾക്കുന്നുണ്ട് അടിച്ചിട്ട്. പിന്നെ മറ്റേ അതിന്റെ വേറെ പാട്ടില്ലേ അതിന്റെ കൊള്ളി വൈക്കാമല്ലേ പുതുക്കൊള്ളമിട് മധുരീരോ കളങ്കിലിനി. ഈ തോട് മുകളിൽ അടച്ചു കെട്ടി ഡാമാക്കി എന്നാണ് പറഞ്ഞത്. ഇവിടെ ഒക്കെ പ്രളയം വന്നപ്പോൾ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. ഇത് ഡാമിന്റെ എടുക്കുന്നുണ്ട് ഈ ഡാമിന്റെ വേസ്റ്റുകളൊക്കെ ഇങ്ങനെ കിടക്കണേ. ഡാം പൊട്ടിയിട്ട് അതിന്റെ പമ്പും ഷട്ടറിന്റെ ഭാഗങ്ങളൊക്കെയാണ് അവിടെ അവശിഷ്ടങ്ങളായിട്ട് കിടക്കുന്നത്. മൂടിയാർ ഡാമാണിത്. അതിന്റെ പെൻസ്റ്റോക്സ് പൈപ്പുകളൊക്കെ മൂടി പൈപ്പ് വലിയ പൈപ്പ് അവിടെ നിന്ന് വെള്ളത്തിൽ അവിടെ 3 പൈപ്പ് ഉണ്ട്. അതിൽ നിന്ന് വെള്ളം ഒഴിക്കും. ടർബൈൻ കറക്കും. ഡാമിന്റെ പേരെന്താ? മുഴിയാർ ഡാം. ഇനി വേറൊരു ഡാം കൂടി ഉണ്ട്. ഇതൊക്കും പെറുസ്. പക്ഷെ ഇതുക്കും പെറുസ് പറഞ്ഞുണ്ട് മുള്ളപ്പെരിയാർ. നേരത്തെ കണ്ട ഡാമിന്റെ മുകളിലാണ് നിൽക്കുന്നത്. ഇവിടെ വെള്ളമില്ലടാ. ഇത് പൊളിച്ച് തുറന്നു വിടുമ്പോഴല്ലേ മറ്റേ എന്താ പമ്പയില് പമ്പയിലില്ലേ? ആ പമ്പയിൽ വെള്ളം കയറുന്നത് തുറന്നു വിടുമ്പോഴായിരിക്കും. ഇതും വേറൊരു ഡാം കൂടി ഉണ്ടെന്ന് പറയണ്ടായിരുന്നു. പക്ഷെ ഇതാണ് ഡാമിന്റെ ഷട്ടർ തുറക്കണ സാധനം.